ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. റോക്കിയും അതേപോലെ തന്നെ ജാസ്മിനും കൂടി ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ലൈവില്. അപ്പൊ റോക്കി പറയുന്നുണ്ട്, ജാസ്മിൻ നീ ആദ്യത്തെ 3 ദിവസവും ആക്റ്റീവ് ആയിരുന്നു, അത് കഴിഞ്ഞ് ആക്റ്റീവ് അല്ലായിരുന്നു, അഹങ്കാരത്തിന്റെ കൂടാണ് നീ എന്നൊക്കെ പറഞ്ഞ് പ്രൊവോക്കിംഗ് ആണ്. അപ്പൊ ജാസ്മിൻ തിരിച്ചു പറയുന്നു, ആണുങ്ങൾ കാണിച്ചാൽ കോൺഫിഡൻസ്, പെണ്ണുങ്ങൾ കാണിച്ചാൽ അഹങ്കാരം, നീ ഭയങ്കര ദുഷിച്ച ചിന്താഗതി ഉള്ളവൻ തന്നെ. അപ്പൊ തന്നെ തീർന്നു, റോക്കി ബായുടെ വെടി തീർന്നു, കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കി തേഞ്ഞു. അപ്പൊ ഉടനെ റോക്കി ബായ് റസ്മിൻ ബായുടെ ഒരു കുറ്റം കണ്ടുപിടിക്കുന്നു. രാവിലെ ഒരു മോർണിംഗ് ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. രസ്മിൻ എല്ലാവർക്കും ഫിസിക്കൽ ട്രെയിനിങ് സെഷൻസ് എടുക്കണം എന്നതായിരുന്നു ടാസ്ക്. അതില് രസ്മിൻ ഡ്രസ് കോഡ് ഫോളോ ചെയ്തില്ല എന്നാണ് റോക്കി പറയുന്നത്. ഡ്രസ് കോഡ് ഫോളോ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ആരോടും ഡ്രസ് കോഡ് ഫോളോ ചെയ്യാൻ പറഞ്ഞുമില്ല എന്നാണ് റോക്കി പറയുന്നത്. ജിമ്മിൽ ആരെങ്കിലും കയ്യിലിട്ട് കയറുമ്പോൾ ഞാൻ 20 കൊല്ലമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് റോക്കി ഇറന്ന് അലറാൻ തുടങ്ങി. അപ്പോൾ രസ്മിൻ പറയുന്നുണ്ട്, ഞാൻ ജിം ട്രെയിനർ അല്ല, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ മാത്രമാണ്, ജിൻഡോയാണ് ജിം ട്രെയിനർ എന്ന. രണ്ടിന്റെയും ഡിഫറൻസ് റോക്കിക്ക് അറിയില്ല എന്നാണ് ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോ എനിക്ക് പേഴ്സണലി തോന്നിയത്. നല്ല രീതിയിൽ പുള്ളി ഓവർ സ്മാർട്ട്നെസ് കാണിച്ച് മേടിച്ചു കൂട്ടുന്നുണ്ട് ഈ ഒരു 2 ദിവസമായിട്ട്, അത് പറയാതെ വയ്യ. ഇന്നലെ ഒരു കാര്യവുമില്ലാതെ അപ്സരയുമായിട്ട് ഒരു തർക്കം ഉണ്ടാക്കി സ്വന്തം വില കളഞ്ഞു. ഇന്നിപ്പോ ഒരു പ്രശ്നത്തിലായി കഴിഞ്ഞാലും വെറുതെ ഡ്രസ് കോഡ് എന്നൊക്കെ പറഞ്ഞ് ഒരു കാര്യവുമില്ല പുള്ളിക്ക്. ഇത്രയും ഓവർ സ്മാർട്ട്നെസ്സും ആറ്റിറ്റ്യൂഡും ഒക്കെ തീർച്ചയായിട്ടും റോക്കിക്ക് ഒരു തിരിച്ചടിയാവും പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് തന്നെ. ഈ ഒരു വിഷയത്തിന് പ്രത്യേകിച്ച് ഒരു രീതിയിലുള്ള ഒരു കാര്യവുമില്ല. കൊടുത്ത ടാസ്ക് രശ്മിൻ നന്നായി തന്നെ ചെയ്തു. പിന്നെ രശ്മിൻ ഭായ് ഈ ഒരു ഫൈറ്റിന് ശേഷം ശരിക്കും തട്ടയിൽ കയറുമെന്നാണ് തോന്നുന്നത്. കാരണം ജാസ്മിനൊക്കെ ഈ ഒരു വിഷയം നന്നായി എടുത്തു പിടിച്ചിട്ടുണ്ട്. പോത്തിനോട് വേദം മോദിയിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ. പിന്നെ അപ്സര ആയി കഴിഞ്ഞാൽ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിലും കണ്ടസ്റ്റന്റ് എന്ന നിലയിലും നന്നായിട്ട് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു. റോക്കി ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ പുള്ളിയും രതീഷിനെ പോലെ പുറത്താവാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. എനിക്ക് വളരെ താല്പര്യമുള്ള ഒരു കണ്ടസ്റ്റന്റ് എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, സ്ത്രീകൾക്ക് നേരെ റേസ് ആവുമ്പോൾ നല്ല രീതിയിലൊരു സെൽഫ് കൺട്രോൾ നിലനിർത്തണം, ഇല്ലെങ്കിൽ പണി കിട്ടും. റോക്കി ഒരെണ്ണം പൊട്ടിക്കുന്ന എല്ലാ ലക്ഷണവും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഒക്കെ നീങ്ങിയേനെ. എല്ലാരും കൂടി പിടിച്ചു മാറ്റിയോണ്ട് റോക്കിയുടെ തടി രക്ഷപ്പെട്ടു, രശ്മിനും രക്ഷപ്പെട്ടു. അപ്പൊ അതായിരുന്നു രാവിലത്തെ ലൈവ് അപ്ഡേറ്റ്. പ്രത്യേകിച്ച് ഒരു കാര്യമുള്ള ഒരു വഴക്കൊന്നുമല്ല. ജീൻസ് ഇട്ടുകൊണ്ട് ജിമ്മിൽ പോയിട്ടുള്ള ആളാണ് ഞാനൊക്കെ. അപ്പോഴാണ് കൈലിമുണ്ട് വെച്ച് ഓരോ ടീമുകൾ സീൻ ഉണ്ടാക്കുന്നത്. വേറെ പണിയില്ലേ മനുഷ്യന്മാർക്ക്, വേറെ നല്ല വല്ല കണ്ടന്റ് ഉണ്ടാക്കുക വെറുതെ സ്വന്തം വില കളയല്ലേ.